ഈ ജാതിയും മതവും അല്ലെങ്കിൽ സമ്പത്തും സുന്നിയും ഷിഴയും അല്ലെങ്കിൽ നസ്രാണിയും എന്നൊന്നും പറഞ്ഞല്ല നിലപാടുള്ളവരെ വിലയിരുത്തേണ്ടത്. നിലപാടുകൾ ഉറക്കെ പറയാൻ വലിയ വലിപ്പവും വലിയ സൈന്യമൊന്നും വേണമെന്നില്ല. പക്ഷേ ചിലതൊക്കെ ഉറക്കെ പറയാൻ ചിലർക്കൊക്കെ കഴിയുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഗസയിലെ വെടിനിർത്തൽ മോണിറ്റർ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ സമിതിയിൽ നിന്നും സ്പെയിനിനെ ഇസ്രയേൽ പുറത്താക്കി. സ്പെയിൻ പോലൊരു രാജ്യത്തിന് ഇനി ഇതിലും വലിയൊരു അംഗീകാരം കിട്ടാനുണ്ടോ? അവർക്ക് ലോകത്തിലെ വലിയ ആദരവ് കിട്ടിയതിന് തുല്യമല്ലേ ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റവാളിയായി പ്രഖ്യാപിച്ച, സ്വന്തം നാട്ടിലെ കോടതിയിൽ അഴിമതിക്കാരനായി വിചാരണ നേടുന്ന ഒരു ഭരണാധികാരി സ്പെയിനിനെ പുറത്താക്കി. പുറത്താക്കാനുള്ള കാര്യം എന്താ? ഗസയിൽ ഇസ്രയേൽ നടത്തിയ ഈ കുഞ്ഞുങ്ങളെ കൊല്ലലും വംശഹത്യയും എല്ലാ അർത്ഥത്തിലും ഉറക്കെ എതിർത്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇറാന് നേരെ നടത്തിയ അധിനിവേശത്തെയും സ്പെയിൻ എതിർത്തു. ലോകത്താദ്യമായി അതിനെ എതിർക്കാൻ തയ്യാറായ രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ. കട്ടിക്ക് എതിർത്തു എന്ന് മാത്രമല്ല, വ്യോമപാത ഒന്നും തരില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്പെയിൻ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ബാക്കി എല്ലാവർക്കും ഒരു മൂപ്പ് വന്നത്. രാജ്യം വളരെ ചെറുതാണേ, പക്ഷേ നിലപാടുകൾക്ക് വലിയ കരുത്തുണ്ട്. കഴിഞ്ഞ ദിവസം ആ സമിതിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നെതന്യാഹു പറഞ്ഞത് അവർ ഇസ്രയേലിൻ്റെ ഹീറോകളെ അപമാനിക്കുന്നു. ആരാണ് ഹീറോ? ഈ ഫലസ്തീനിൽ കയറി കുഞ്ഞുങ്ങളെ കൊന്നവരെയാണ്. IDF-നെ അപമാനിക്കുന്നു, രാജ്യത്തിൻ്റെ ചരിത്രത്തെ അവഹേളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ സ്പെയിനിന് ഇത് കല്ലുവില പുല്ലുവിലയാണ്. അവരെത്രയോ കാലങ്ങൾക്ക് മുമ്പേ ടെല്ലവീവിൽ നിന്ന് അവരുടെ അംബാസഡറിനെ തിരിച്ചു വിളിച്ച് ആ മുറി പൂട്ടിയിട്ടിട്ട് അവർ പോയി. യവന്മാരുമായിട്ട് യാതൊരു ചെങ്ങാത്തവും ഇല്ല, യവന്മാർ മനുഷ്യരല്ല എന്ന് പറഞ്ഞിട്ട്. സ്പെയിൻ എടുത്തൊരു നിലപാടാണ്. ആലോചിച്ച് നോക്കൂ. ഈ പ്രസംഗിക്കുന്ന ആളുകൾക്കുമല്ലോ ഈ ചരിത്രം അറിയുമോ? അവർ ഈ നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള ആരോടെങ്കിലും ചോദിക്കുമോ, എന്തേ നമ്മളാരും ഇതിനകത്തൊരു നിലപാടെടുക്കാത്തത്? ഈ ബന്ധം ഉപേക്ഷിക്കണ്ടേ? ഇവനെ കളയണ്ടേ? സ്പെയിൻ കളഞ്ഞല്ലോ. പക്ഷേ നമ്മുടെ മുതലാളിമാർ കഴിയത്തില്ല. കാരണം എന്താ? കുഴിമന്തി കുഴിമന്തി, പിന്നെ സുഗന്ധദ്രവ്യം കുഴിമന്തി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കളയുന്നത്? അതാണ് സ്പെയിനിൻ്റെ നിലപാട്. സ്പെയിന് അഭിമാനമാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ ഗസ സീസ്ഫയർ സമിതി എന്ന് പുറത്തു വിട്ടപ്പോൾ. എന്ന് വെച്ചാൽ സ്പെയിനിലെ കുറച്ച് പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ സമാധാനം നിരീക്ഷിക്കാനൊക്കെ. ഈ സമാധാന നിരീക്ഷണം നടത്തുകൊണ്ടിരിക്കുമ്പോഴും ഡെയിലി മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുക ഇസ്രായേൽ പട്ടാളം. കൺമുന്നിൽ, ലോകത്തിന് മുന്നിൽ, ഈ അറബി തമ്പുരാക്കന്മാരുടെ മുന്നിൽ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരുന്നിട്ട് അതിനെക്കുറിച്ചൊന്നും പ്രസംഗിക്കാൻ വയ്യാത്തവരാണ് ഈ ഇറാനിലെ നമ്മുടെ ഉമ്മ ഐഷ, നമ്മുടെ ഉമ്മാടെ ഉമ്മ ആഫിയ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത്. നമ്മൾ കാരണം പറയത്തില്ലേ, ഓന്ത് തലയറിഞ്ഞ് മരിച്ചു എന്നൊക്കെ പറയുന്ന പോലെ. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ സംഭവം എന്താ അറിയാമോ? ഈ അടുത്ത സമയത്ത് ഇസ്രായേൽ ഒരു നിയമം ഉണ്ടാക്കി. അവിടെയുള്ള ഫലസ്തീൻ യുദ്ധ തടവുകാരെ വധിക്കാനൊരു ബില്ല്. അത് അന്താരാഷ്ട്ര കരാറുകളുടെ ലംഘനമാണ്. യുദ്ധ തടവുകാരായി പിടിക്കുന്നവരെ യാതൊരു പരിക്കും ഏൽപ്പിക്കാതെ തടവിൽ വെക്കുകയും അവരെ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് യുദ്ധനീതിയുടെ ഭാഗമായി ലോകം എഴുതിയുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു വൈമാനികൻ യുദ്ധം നടന്ന് പാകിസ്ഥാനിൽ പെട്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണെന്ന് തോന്നുന്നു നമുക്ക് കൈമാറിയത്. അങ്ങനെ ലോകത്ത് പലയിടങ്ങളിലും യുദ്ധ തടവുകാരായി പിടിച്ചവരുണ്ട്. അവരെയൊക്കെ അഭിമാനപൂർവ്വം പിന്നീട് ഒത്തുതീർപ്പുകളായി കൈമാറിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇസ്രായേൽ ഒരു നിയമം കൊണ്ടുവന്നത്. എന്താണെന്നറിയോ? ഇവരെ മുഴുവൻ അങ്ങ് കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട്. നോക്കിക്കൊണ്ടിരിക്കുക എല്ലാ രാജ്യങ്ങളും. മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് ഒരു പ്രസംഗവും നടത്തുന്നില്ല. ഏതൊക്കെയോ രാജ്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഇന്നലെ ഇറാൻ പറഞ്ഞു, അങ്ങനെ കൊന്നാൽ, ഫലസ്തീൻ തടവുകാരെ അങ്ങനെ കൊന്നാൽ ഞങ്ങളുടെ കയ്യിലുള്ള ഇസ്രേലിയൻ തടവുകാരെ മുഴുവൻ കൊല്ലുമെന്ന് പറഞ്ഞു. അവിടെയുണ്ട് കുറേ പേര്, അവരെ എല്ലാം കൊല്ലുമെന്ന് പറഞ്ഞു. ഇതിന് ചെക്ക് പറയാനൊരാൾ വേണ്ടേ? ആ ചെക്ക് പറയുന്ന ആൾ സുന്നിയാണോ ഷിയാണോ എന്ന് നോക്കിയിട്ട് കാര്യമുണ്ടോ? അല്ലെ ജൂതനാണോ നസ്രാണിയാണോ എന്ന്? അതുകൊണ്ട് കാര്യമുണ്ടോ? മർദ്ദിതൻ്റെ കൂടെ, ആക്രമിക്കപ്പെടുന്നവൻ്റെ കൂടെ, ഇരയുടെ കൂടെ നിൽക്കലാണ് ഏറ്റവും ഇബാദത്ത്, ഹൈറ്, വലിയ നന്മ. അതാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇറാനും സ്പെയിനുമൊക്കെ ചെറുതാണെങ്കിലും, ഇല്ല ബ്രസീലിനെ പോലെ, ബ്രസീലാണല്ലോ അന്ന് ഈ ഫലസ്തീൻ വിഷയത്തിൽ എതിർത്തതും ലോക കോടതിയിൽ പോയതുമൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെയാണ് നിലപാട്. അപ്പോഴും ഈ അറബി തമ്പുരാക്കന്മാരുടെ അടിമത്തമുള്ള ചിലരൊക്കെ പറഞ്ഞത് ബ്രസീൽ തനിയെ പോയതല്ല, അറബികൾ വിട്ടതാണ് എന്നാണ് പറഞ്ഞത്.